ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ചെറുപ്പം മുതൽ കാറ്റീസം ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഈശോയാണ് നല്ല ഇടയൻ. പിന്നെയും കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ ഈശോയെ കാണുമ്പോൾ പറയും, അതായത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. പക്ഷേ ഇന്നത്തെ സുവിശേഷം വളരെ രസമുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ ഈശോ പറയും, ഞാനാണ് ആടുകളുടെ വാതിൽ. ഈശോയ്ക്ക് ഇവിടെ 3 റെസ്പോൺസിബിലിറ്റീസ്, മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റീസ്, പല ഉത്തരവാദിത്തങ്ങൾ ഈശോ സ്വയം ഏറ്റെടുക്കണേ. ഇടയൻ ഈശോ തന്നെയാണ്, ഈ കുഞ്ഞാട് ഈശോയാണ്. ഈ ഇടയൻ ആടുകളെ നോക്കാനായിട്ട് കടന്നു വരുന്ന ഈ ആടുകളുടെ തൊഴുത്തിലെ, ആടിൻ്റെ ആലയിലെ വാതിലും ഈശോ തന്നെയാണ്. ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രത്തോളം മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റീസ് സന്തോഷത്തോടെ ടെൻഷനില്ലാണ്ട് ഏറ്റെടുക്കാൻ പറ്റുന്നത്? ഇത് തന്നെയാണ് നമ്മൾ വേറൊരു വാക്കുകൾ നമ്മൾ പണ്ട് മുതൽ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. ഈശോ തന്നെയാണ് ബലിപീഠം, ഈശോ തന്നെയാണ് ബലിയർപ്പിക്കുന്നതും, ഈശോയെ തന്നെയാണ് ബലിവസ്തുവായിട്ട് നമ്മൾ കാണുന്നതും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ 10, 20, 30, 40, 50 വർഷങ്ങളൊക്കെ ആയിട്ട് ഒരേ വീടിൻ്റെ ഒരേ മുക്കും മൂലയും അടിച്ചു തുടച്ച്, ഒരേ പാത്രങ്ങൾ കഴുകി, ഒരേ മുറ്റം അടിച്ചുകൊണ്ട്, ഒരേ ആൾക്കാർക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്ന അമ്മച്ചിമാരെയൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. നിങ്ങളോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലെ ബലിപീഠവും, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലെ ബലിവസ്തുവും, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ ബലിയർപ്പിക്കുന്നതും. കഷ്ടപ്പെട്ട് നട്ട വെയിലത്ത് പണിയെടുക്കുന്ന അപ്പനും ആങ്ങളമാരും മറ്റു മനുഷ്യരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലെ ബലിപീഠം, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലെ ബലിവസ്തു, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ ബലിയർപ്പിക്കുന്നത്. ഈശോ സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ബലിപീഠം, ബലിവസ്തു, ബലിയർപ്പിക്കുന്ന ആൾ എന്നൊക്കെയുള്ളൊരു ബോധ്യം കിട്ടിയത്? സത്യം പറഞ്ഞ ഈശോയ്ക്ക് കിട്ടിയത് ഈശോയുടെ വീട്ടിൽ നിന്ന് തന്നെയായിരിക്കണം. അതായത് ഔസേപിതാവിൻ്റെ അടുത്തു നിന്നും മാതാവിൻ്റെ അടുത്തു നിന്നും. ഈ ലോകത്ത് ജനിച്ചവരിൽ മാതാവിനേക്കാളും നല്ലൊരു ബലിയർപ്പകയോ അല്ലെങ്കിൽ ഒരു ബലിപീഠമോ ബലിവസ്തുവോ നമ്മൾ എവിടെ നോക്കിയാലും കാണില്ല. പിന്നെ ഔസേപിതാവിൻ്റെ കാര്യം വളരെ രസമുള്ളൊരു കാര്യമാണ്. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാനായിട്ട് നീ ശങ്കിക്കേണ്ടെന്ന് പറയുമ്പോഴും ആ സ്പോട്ടിൽ, ആ സമയത്ത് തന്നെ ഔസേപിതാവിന് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ തന്നെയാണ് ഇവിടെ ബലിപീഠമായിട്ട് മാറേണ്ടത്. പിന്നീട് മുട്ടിയിട്ട് തുറക്കാത്ത വാതിലുകളിൽ നിന്ന് പുറംതിരിഞ്ഞ് നടക്കുമ്പോഴും, സ്വന്തം ഭാര്യയെ ഒരു തൊഴുത്തിൽ പ്രസവിക്കാനായിട്ട് സമാധാനത്തോടെ കിടക്കുമ്പോഴും ഔസേപിതാവിന് മനസ്സിലായിട്ടുണ്ടാവും, ഔസേപിതാവ് തന്നെയാണ് ഇവിടെ ബലിയർപ്പിക്കേണ്ടതും ബലിവസ്തുവുമായിട്ട് മാറേണ്ടതെന്ന്. അവിടെ നിന്ന് തന്നെയാണ്, ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈശോ പഠിച്ചിട്ടുള്ളത്, ഞാൻ തന്നെയാണ് ബലിവസ്തു, ഞാൻ തന്നെയാണ് ബലിപീഠം, ഞാൻ തന്നെയാണ് ബലിയർപ്പിക്കപ്പെടേണ്ടത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വളരെ രസമായിട്ട് തന്നെ വായിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഈശോ പറയും, ഞാനാണ് ആടുകളുടെ വാതിൽ. വാതിലിലൂടെ കടന്നു വരുന്ന ആൾ മാത്രമാണ് ഇടയൻ. വേറെ എവിടെ കൂടി കടന്നു വരുന്ന ഒരാളും ആ ആടുകളുടെ ഇടയനല്ല, കള്ളനായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആടുകൾ ഈ ഇടയൻ പറയുന്നത് മാത്രമാണ് കേൾക്കുള്ളൂ. ഈശോ പറയുന്നുണ്ട്, നീ കടന്നു വരേണ്ടത് എന്നിലൂടെയാണ്, അതായത് ഈ വാതിലിലൂടെയാണ്. വേറെ എവിടെ കൂടെ കടന്നു വന്നാലും നിനക്ക് ഈ ആടുകളുടെ ഹൃദയത്തിലോട്ട് കയറാനായിട്ട് ഒരിക്കലും പറ്റില്ല. പലപ്പോഴും പല ജോലികൾ അന്വേഷിച്ച് നടന്നിട്ടും, പല പണിയെടുത്തിട്ടും, പല പഠനങ്ങൾ നടത്തിയിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലെന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ലെന്ന് പറയുന്ന മനുഷ്യരെ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ശുശ്രൂഷ മേഖലകൾ പൂർണ്ണമായിട്ട് ഫലം തരുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്തൊക്കെ ചെയ്തിട്ടും പൂർണ്ണമായിട്ട് ഫലം തരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കാരണം, ഒരു റീസൺ ഇതായിരിക്കാം. അതായത് നമ്മൾ കടന്നു വരുന്നത് ഈശോയാകുന്ന വാതിലിലൂടെയല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതായത് ഈശോയാകുന്ന വാതിലിലൂടെ കടന്നു വന്നുകൊണ്ട്, ഈശോയാകുന്ന ബലിപീഠത്തെ ചുംബിച്ചുകൊണ്ട്, ഈശോയാകുന്ന ബലിയർപ്പകനായി മാറിക്കൊണ്ട്, ഈശോയാകുന്ന ബലിവസ്തുവിനെ കയ്യിലെടുത്തുകൊണ്ട് മനുഷ്യർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് എന്നും എക്കാലവും പറ്റട്ടെ. ആമേൻ.